കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യൻ ഇൻഡെക്സ് ഹയർ സൈഡിലേക്ക് നീങ്ങുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. 20 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2% ഉയർന്ന് 3128 ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ തന്നെ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈ ആയ 3162 എത്തുകയും ചെയ്തു. ഒരാഴ്ച കൊണ്ട് 5% റിട്ടേൺ നൽകിയ സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 22% റിട്ടേണാണ് നൽകിയത്. അതായത് ഒരു വർഷം കൊണ്ട് അത്ര അധികം റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് റണ്ണപ്പ് ആയിട്ടില്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ റാലി വന്നതിന് പിന്നിലെ പ്രധാന കാരണം സ്പെക്ട്രം ഓപ്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റും കൂടാതെ റിലയൻസ് ജിയോ അതിൻ്റെ ടെലികോം താരിഫ് ഉയർത്താൻ തീരുമാനിച്ചതിൻ്റെയും പശ്ചാത്തലത്തിലായിരുന്നു. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ പല പ്രമുഖ ബ്രോക്കേജ് ഏജൻസികളും റിലയൻസ് ഇൻഡസ്ട്രീസിന് ടാർഗറ്റ് നൽകി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ചില പ്രമുഖ ബ്രോക്കേജ് ഏജൻസീസ് റിലയൻസിന് നൽകിയ ടാർഗറ്റാണ് നമ്മൾ പരിശോധിക്കുന്നത്. ജെഫ്രീസ് എന്ന ബ്രോക്കേജ് ഏജൻസി റിലയൻസിന് 3580 രൂപയുടെ ടാർഗറ്റാണ് നൽകിയത്. മുമ്പ് 3380 രൂപയുടെ ടാർഗറ്റായിരുന്നു. അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം 17% അപ്സൈഡിലേക്ക് നീങ്ങും എന്നാണ് ജെഫ്രീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ജെഫ്രീസ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 18% CAGR കൂടിയുള്ള ആനുവൽ ഗ്രോത്ത് റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും പ്രതീക്ഷിക്കാമെന്നും പറയുന്നു. 2024-27 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 26% വളർച്ച ഉണ്ടാകാനും സാധ്യതയുണ്ട്. ജെഫ്രീസിനെ കൂടാതെ മോർഗൻ സ്റ്റാൻലി എന്ന ബ്രോക്കേജ് ഏജൻസിയും ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗ് നൽകി 3046 രൂപയുടെ ടാർഗറ്റാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന് നൽകിയിരിക്കുന്നത്. ആൾറെഡി മോർഗൻ സ്റ്റാൻലിയുടെ ടാർഗറ്റ് റിലയൻസ് അച്ചീവ് ചെയ്ത് കഴിയുകയും ചെയ്തു. താരിഫ് ഹൈക്ക് നടത്തിയത് മൂലം കമ്പനിയുടെ അല്ലെങ്കിൽ റിലയൻസിൻ്റെ സബ്സ്ക്രിപ്ഷൻ കുറയാൻ സാധ്യതയില്ല എന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ 20% വരുന്ന അടുത്തൊരു താരിഫ് ഹൈക്ക് കൂടി റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ ഏണിങ്സിൽ 10 മുതൽ 15% വർധനവ് ഉണ്ടാവുകയും ചെയ്യും. 35 അനലിസ്റ്റുകളിൽ 28 അനലിസ്റ്റുകളും റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 5 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗും 2 അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. സെൻട്രം ബ്രോക്കിംഗ് ഏജൻസിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനിയുടെ ആവറേജ് റവന്യൂ പെർ യൂസർ വരുന്ന 3 മുതൽ 4 വർഷത്തിനുള്ളിൽ 10 മുതൽ 12% വളർച്ച കൈവരിച്ചേക്കും. കൂടാതെ കമ്പനി 5G സെഗ്മെൻറ്റിൽ സിഗ്നിഫിക്കൻ്റ് ക്യാപെക്സ് നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് റിലയൻസ് ഇൻഡസ്ട്രീസിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ എബിറ്റയിൽ 17% വളർച്ച കൈവരിക്കാൻ സാധ്യതയുണ്ട്. 2024-26 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ എബിറ്റ ഗ്രോത്ത് 23% CAGR കൂടി ഉയർന്നേക്കാം. മോത്തിലാൽ ഓസ്വാളിൻ്റെ റിസർച്ച് റിപ്പോർട്ടിലും റിലയൻസ് ഇൻഡസ്ട്രീസിന് ബൈ എന്ന റേറ്റിംഗും 3275 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. മുമ്പ് 3245 രൂപയുടെ ടാർഗറ്റായിരുന്നു മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് നൽകിയിരിക്കുന്നത്. മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസിൻ്റെ റിപ്പോർട്ടിൽ EV ബൈ എബിറ്റ വാല്യൂവിൽ 12 ടൈംസ് വർധനവ് പ്രതീക്ഷിക്കുന്നു. കൂടാതെ റിലയൻസ് ജിയോയുടെ വാല്യൂഷൻ 810 രൂപയിൽ നിന്നും 840 രൂപയിലേക്ക് ഉയർന്നതായിട്ടും മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും റിലയൻസ് എന്ന സ്റ്റോക്കിൽ ബുള്ളിഷാണ്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ കണക്ക് പ്രകാരം ആവറേജ് റവന്യൂ പെർ യൂസറിൽ 17 മുതൽ 25% വളർച്ചയാണ്. പ്രീപെയ്ഡ് പ്ലാനുകളിൽ 17% പ്രൈസ് ഹൈക്ക് വഴി റിലയൻസ് ഇൻഡസ്ട്രീസിന് നേടാൻ സാധിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആവറേജ് റവന്യൂ പെർ യൂസർ 239 രൂപ കടക്കും എന്നാണ് കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് റിലയൻസ് ഇൻഡസ്ട്രീസിന് 3300 രൂപയുടെ ടാർഗറ്റാണ് നൽകിയത്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസികൾ റിലയൻസിന് നൽകിയ ടാർഗറ്റ് നമ്മൾ ഇതിനകം പരിചയപ്പെട്ട് കഴിഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്ക് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്യുകയായിരുന്നു ഏറെക്കാലം. 2750 സപ്പോർട്ടും 3050 റെസിസ്റ്റൻസും. കഴിഞ്ഞ ആഴ്ച 3050 എന്ന റെസിസ്റ്റൻസ് സ്റ്റോക്ക് മറികടന്ന് 3130 ക്ലോസിംഗ് നൽകിയത്. ഇവിടെ 2900 എന്ന സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 3200, 3300, 3400 തുടങ്ങിയ ടാർഗറ്റുകൾ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.